നാളെ എന്റെ കല്യാണം ഉറപ്പിക്കാണ്. ഞാൻ വരണോ? രുക്മ പറഞ്ഞാൽ ഞാൻ വരും. ഇഷ്ടം. രുക്മ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ജീവിതം നശിപ്പിക്കണോ? ഒന്നല്ല, 2 ജീവിതം. ഞാൻ രുക്മയെ അളവിട്ട് സ്നേഹിക്കുന്നു. രുക്മയെ കൂടാതെ എനിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവില്ല. തുറന്നു പറയും, എന്നെ സ്നേഹിക്കാനാവില്ലേ? ഷേണായി സാർ എന്റെ ഗുരുവാണ്. അദ്ദേഹത്തെ വഞ്ചിച്ചുകൂടാ. എന്നാലും ഞാൻ പറയാം, രുക്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ പോരും. അയ്യോ, ആചാരങ്ങൾ ലംഘിക്കുമ്പോൾ ഞെട്ടലുണ്ടാവും. ആലോചിക്കാൻ ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. നമുക്കൊരുമിച്ച് സുഖമായി ജീവിക്കാം. അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ മരിച്ചു ജീവിച്ചോളൂ, ഞാനും സഹിക്കാം. രുക്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി ക്ഷേത്രത്തിന് പിന്നിലുള്ള റോഡിൽ വരും. ഞാൻ കാത്തു നിൽക്കാം. ആവശ്യത്തിനുള്ള പണം ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ പോകുന്നു. ശവം എടുക്കാമോ? മരിച്ച കിളവയെ വിചാരിച്ചു മാത്രമാണ് ഞങ്ങൾ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മേലാൽ ഷേണായിയും കുടുംബത്തെയും ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽ കൂട്ടുകയില്ല. അല്ലെങ്കിൽ ഷേണായുടെ മകൾ ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയതിന് പ്രായശ്ചിത്തം ചെയ്യണം. തന്റെ മകളെ പരിഹരിച്ച് പിണ്ടം വെക്കണം, ശ്രാദ്ധം നടത്തണം. സമുദായം തീരുമാനിക്കും പോലെ. ശവമെടുക്കാം.
എന്തിനാണ് രുക്മ നീ ദുഃഖിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ വിവരവും സ്നേഹമുള്ള മാതാപിതാക്കൾ നമ്മെ അനുഗ്രഹിക്കും. നമ്മൾ ശാകുന്തളം പഠിച്ചിട്ടില്ലേ? ശകുന്തള അച്ഛന്റെ അനുവാദം കൂടാതെ ദുഷ്യന്തനെ സ്വീകരിച്ചു. കണ്ണവൻ അനുഗ്രഹിച്ചതേ ഉള്ളൂ. രുക്മ, ഒന്നുകൊണ്ട് നീ ഭയപ്പെടണ്ട. കുറച്ച് രൂപ ഞാൻ കരുതിയിട്ടുണ്ട്. ഉടനെ ഒരു കൊച്ചു വീടെടുക്കും. ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ വിവാഹം നടത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരെ ജീവിക്കൂ. എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഒപ്പം പുറപ്പെടുവോ? ഇതാണ് നമ്മുടെ വാടക വീട്. നമ്മളിവിടെ ഒരു സംതൃപ്ത കുടുംബം ഉണ്ടാക്കാൻ പോകുന്നു. വീട് മാത്രം മതിയോ? ഭാര്യയുടെ ഉത്കണ്ഠ ന്യായം. ചുരുങ്ങിയ നിലയിൽ സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു മാനേജ്മെന്റ് സ്കൂളിൽ സംസ്കൃത അധ്യാപകനായിട്ട് ജോലിയും കിട്ടി. പോരെ? ധാരാളം. വലതുകാലം വെച്ച് കയറിക്കോളൂ. ഇത് നമ്മുടെ സ്വീകരണ മുറി. എങ്ങനെ? ഭക്ഷണമുറിയും ഗസ്റ്റ് റൂമും കൂടിയാണ്. കൊള്ളാം. കൊള്ളാം. എന്റെ സ്നേഹിതന്മാര് സംഘടിപ്പിച്ചാണ് ഇതൊക്കെ. വാ. ഇതാണ് നമ്മുടെ കിടപ്പുമുറി. കട്ടില് ചെറുതാണ്. ഞാൻ നിലത്ത് കിടന്നാ ശീലിച്ചത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കട്ടിലിൽ തന്നെ കിടക്കണം. അല്പം മുട്ടി ഒരുമി കിടക്കേണ്ടി വരും. ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നു. ഹോട്ടലിന്റെ വീതി കൂടിയ കിടക്കയിലേക്ക് ഞാൻ ക്ഷണിച്ചില്ല. ഇതെന്റെ ന്യായമായ അവകാശമാണ്. തന്നെയുമല്ല,